പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കോർപ്പറേറ്റ് റെഗുലേഷൻ്റെ ഈ മൊഡ്യൂളിലെ ഏറ്റവും അവസാനത്തെ പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ്. പ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് അല്ലേ? അപ്പോൾ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് മുമ്പുണ്ടാകുന്ന കോൺട്രാക്റ്റുകളെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വെരി സ്മോൾ പോർഷനാണ്. ഓക്കെ, അതോടെ നമ്മൾക്ക് ഈ മൊഡ്യൂള് വൈൻഡപ്പ് ആവും. ഓക്കെ, സോ ഫസ്റ്റ് വി ഡിസ്കസ് വാട്ട് യു മീൻ ബൈ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ്. പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, sometimes the contract are made on the behalf of a company before it's duly incorporated. അതായത് ഒരു കമ്പനി രജിസ്റ്റേർഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചില കോൺട്രാക്റ്റുകൾ ചിലപ്പം കമ്പനികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഉണ്ടാക്കേണ്ടി വരും. സച്ച് കോൺട്രാക്റ്റ് ആർ കോൾഡ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് ഓർ പ്രിലിമിനറി കോൺട്രാക്ട്സ് എന്ന് വിളിക്കുന്നു. അതായത് ചില കമ്പനികൾ ഫോം ചെയ്യുന്നതിന് മുമ്പ് തന്നെ കമ്പനികൾക്ക് വേണ്ടിയിട്ട് ചിലപ്പം ചില കോൺട്രാക്റ്റുകൾ ഉണ്ടാക്കേണ്ടി വരും. അത്തരം കോൺട്രാക്റ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദിസ് കോൺട്രാക്റ്റ് മേ റിലേറ്റഡ് ടു ദ പ്രോപ്പർട്ടി വിച്ച് ദ പ്രൊമോട്ടർ വിഷ് ടു പർച്ചേസ് ഫോർ ദ കമ്പനി, ഓർ ദേ മേ ബി മെയ്ഡ് വിത്ത് ദ പേഴ്സൺ ഹൂസ് know-how is vital to the success of the company and whose services it is essential to secure. അതായത് ചില കമ്പനികൾ രൂപീകരിക്കുന്നത് കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ്റെ തൊട്ട് മുമ്പ് തന്നെ കമ്പനിക്ക് വേണ്ടി ചിലപ്പോൾ എന്ത് ചെയ്യും, വലിയ പ്രോപ്പർട്ടീസ് വാങ്ങേണ്ടി വരും. അതുപോലെ തന്നെ ചില ആളുകളുടെ നോ ഹൗ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ നോളഡ്ജ് നമ്മൾ കമ്പനിക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും. ഇത് അപ്പോൾ നമ്മൾക്ക് വേണ്ടി ഒരാൾ അവരുടെ നോ ഹൗ തരികയാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പർട്ടി വാങ്ങുകയാണ്. പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ഇതൊക്കെ രജിസ്റ്റർ ചെയ്യണം അല്ലേ? അപ്പോൾ അത് ആരെ പേരിൽ രജിസ്റ്റർ ചെയ്യുക എന്നതൊരു ക്വസ്റ്റ്യൻ മാർക്ക്. കാരണം എന്താ, കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ല. കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്താൽ മാത്രമേ അതൊരു ലീഗൽ ബോഡി ആവുള്ളൂ. അപ്പോൾ അതിൻ്റെ മുമ്പ് വരെ, അതിൻ്റെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റിൻ്റെ കീഴിൽ കൊണ്ടുവരുന്നത്. ഇനി ഇത് ഒരു കണക്കിന് പ്രൊമോട്ടേഴ്സാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക, ഈ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നത്. കാരണം യഥാർത്ഥത്തിൽ കമ്പനി ഫോംഡ് ആയിട്ടില്ല, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഇതിലോട്ട് പോകുന്നത്. നോക്കാം, ബിഫോർ ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ എ കമ്പനി ഹാസ് നോ കപ്പാസിറ്റി ടു കോൺട്രാക്ട്. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മൾ കമ്പനി ഫോം ചെയ്യുന്നതിന് മുമ്പ് കോൺട്രാക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഫോർ ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എ കമ്പനി ഹാസ് നോ കപ്പാസിറ്റി ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്റ്റ്. അവിടെ എൻ്റർ എന്ന വേർഡില്ല, എന്നാൽ അതുണ്ട് സത്യത്തിൽ. അപ്പോൾ ഒരു കമ്പനിക്ക് ഒരിക്കലും ലീഗൽ കപ്പാസിറ്റി ഇല്ല ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനും. Okay, so a contract entered into by the promoters on the behalf of a proposed company is void so far as the company is concerned. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉണ്ടാക്കുന്ന പ്രീ ഇൻകോർപ്പറേറ്റഡ് കോൺട്രാക്റ്റുകളൊക്കെ എന്താണ്, വോയിഡ് ആണ്. വോയിഡ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വി കനോട്ട് എൻഫോഴ്സ് ഇൻ ദ കോർട്ട് ഓഫ് ലോ അല്ലേ? കോടതിയിലേക്ക് അത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഈ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റുകളൊക്കെ വോയിഡ് ആണെന്ന് കൂടി മനസ്സിലാക്കാം. നോക്കുക, the promoters cannot be the agent for the principal which has yet come into the existence. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ കമ്പനി എന്ന് പറയുന്ന പ്രിൻസിപ്പാളിന് വേണ്ടി പ്രവർത്തിക്കുന്നത് പ്രൊമോട്ടർ എന്ന് പറയുന്ന ഏജൻ്റാണ്. എന്നാൽ നമ്മുടെ പ്രിൻസിപ്പാളായിട്ടുള്ള കമ്പനി യഥാർത്ഥത്തിൽ രജിസ്റ്റേർഡ് ആയിട്ടുണ്ടോ? രജിസ്റ്റേർഡ് ആയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഏജൻറ്റ് ചെയ്യുന്ന എന്തെങ്കിലും മിസ്റ്റേക്കുകൾക്ക് ഈ പ്രിൻസിപ്പാള് എന്തല്ല, ഉത്തരവാദിയല്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന കോൺട്രാക്റ്റുകൾക്ക് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ലീഗലി വലിയ ഒരു ബൈൻഡിങ് ഇല്ലാത്ത ഒന്നാണ്. ഇൻ സച്ച് കേസ് ദ കമ്പനി കനോട്ട് സ്യൂ ഓർ ബി സ്യൂഡ് ഓൺ ഇറ്റ്. അതുകൊണ്ട് തന്നെ കമ്പനിക്കെതിരെ കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ കമ്പനിക്ക് കേസ് കൊടുക്കാനോ സാധ്യമല്ല. ദ കമ്പനി ഹാസ് നോ ലീഗൽ എക്സിസ്റ്റൻസ് ആൻഡിൽ ഇറ്റ് ഈസ് ഇൻകോർപ്പറേറ്റ്. അതായത് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് കമ്പനിക്ക് ഒരു തരത്തിലുള്ള ലീഗൽ കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ കമ്പനിയായിട്ടുള്ള രജിസ്ട്രേഷൻ ഇത്തരത്തിലുള്ള കോൺട്രാക്റ്റുകൾ നമ്മൾ പ്രീ ഇൻകോർപ്പറേറ്റഡ് കോൺട്രാക്റ്റ് എല്ലാം വോയിഡാണ്. ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ കാര്യമുള്ളൂ, ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് കമ്പനിക്ക് വേണ്ടിയിട്ട് പ്രൊമോട്ടേഴ്സ് ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള കോൺട്രാക്റ്റുകളെ നമ്മൾ എന്ത് വിളിക്കാം? പ്രീ ഇൻകോർപ്പറേഷൻ
കോൺട്രാക്റ്റ് എന്ന് വിളിക്കാം. എന്നാൽ ഇത് കമ്പനീൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലോ അല്ലെങ്കിൽ നിയമപരമായ കാഴ്ചപ്പാടിലോ ഇതൊരു വാലിഡ് കോൺട്രാക്റ്റ് അല്ല, ഇതൊരു വോയിഡ് കോൺട്രാക്റ്റ് ആണ്. ഇതൊരു വോയിഡ് കോൺട്രാക്റ്റ് ആണെന്ന് പറയാനുള്ളൊരു കാരണം കമ്പനി ലീഗലി രജിസ്റ്റേർഡ് അല്ല. ലീഗലി രജിസ്റ്റേർഡ് അല്ലാത്തത് കൊണ്ട് അതിന് ലീഗൽ കപ്പാസിറ്റി ഇല്ല ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഐ ടോൾഡ് യു റൈറ്റ് നൗ. ഇനി നമ്മൾ പറയുന്നത് ഫോളോവിങ് ഇംപ്ലിക്കേഷൻസ് മേ നോട്ടഡ്. ചില ഇംപ്ലിക്കേഷൻസ് നമുക്കിവിടെ നോട്ട് ചെയ്യാം. ഒന്നാമത് പറയുന്നത് ദാറ്റ് വെൻ ദ കമ്പനി ഈസ് രജിസ്റ്റേർഡ് ഇറ്റ് ഈസ് നോട്ട് ബൗണ്ട് ബൈ ദ പ്രിലിമിനറി കോൺട്രാക്ട്. എന്നാൽ കമ്പനി രജിസ്ട്രേഷന് ശേഷമാണ് ഇത്തരത്തിലുള്ളതെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു തരത്തിലുള്ള ബാധ്യതയുമില്ല. പിന്നെ ദാറ്റ് ദ കമ്പനി വെൻ രജിസ്റ്റേർഡ് കനോട്ട് റെക്ടിഫൈ ദ എഗ്രിമെന്റ്. എന്താണ് റെക്ടിഫൈ ചെയ്യുക പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കില്ല. ഇവിടെ പറഞ്ഞ എന്താണ്, ദാറ്റ് ദ കമ്പനി വെൻ രജിസ്റ്റേർഡ് ആയിട്ടുണ്ടെങ്കിൽ കനോട്ട് റെക്ടിഫൈ ദ എഗ്രിമെന്റ്. പിന്നെ അത് റെക്ടിഫൈ ചെയ്യണം ആവശ്യമില്ല. രജിസ്റ്റേർഡ് ആയാൽ യാതൊരുവിധ ആവശ്യമില്ല, പ്രശ്നവുമില്ല. നോക്കാം, ദ കമ്പനി വാസ് നോട്ട് എ പ്രിൻസിപ്പാൾ വിത്ത് ദ കോൺട്രാക്ച്വൽ കപ്പാസിറ്റി അറ്റ് ദ ടൈം വെൻ കോൺട്രാക്ട് വാസ് മെയ്ഡ്. ഇവിടെ എന്താണ്, കമ്പനി വാസ് നോട്ട് എ പ്രിൻസിപ്പാൾ, ഒരു പ്രിൻസിപ്പാൾ അല്ല, വിത്ത് ദ കോൺട്രാക്ച്വൽ കപ്പാസിറ്റി അറ്റ് ദ ടൈം വെൻ ദ കോൺട്രാക്ട് വാസ് മെയ്ഡ്. എ കോൺട്രാക്ട് ക്യാൻ ബി റെക്ടിഫൈ ചെയ്യുക. റെക്ടിഫൈ ചെയ്യാൻ വീണ്ടും അംഗീകരിക്കാം. അതായത് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഒരു കോൺട്രാക്റ്റിൽ എഗ്രി ചെയ്തു പ്രൊമോട്ടറും കമ്പനി കൂടിയും. പക്ഷേ കമ്പനി രജിസ്ട്രേഷന് ശേഷം കമ്പനിക്ക് അതിനെ ആക്സെപ്റ്റ് ചെയ്യാം. ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വോയിഡ് അല്ല, അത് വാലിഡ് ആണ് കേട്ടോ. നോക്കുക, എ കോൺട്രാക്ട് ക്യാൻ ബി റെക്ടിഫൈഡ് only when it is made by an agent for the principal who is in the existence and who is competent to contract at the time when the contract is made. അപ്പോൾ എത്രയേ ഉള്ളൂ, കോൺട്രാക്റ്റ് മെയ്ഡ് ചെയ്യുന്ന ടൈമിൽ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അല്ലെങ്കിൽ വിഷയമൊന്നുമില്ല. പക്ഷേ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി ഈ കോൺട്രാക്റ്റിന് എന്ത് ചെയ്യണം, റെക്ടിഫൈ ചെയ്യണം. റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരുവിധ പ്രശ്നമില്ല. നോക്കുക, മൂന്നാമത്തെ പോയിന്റ്, ദാറ്റ് if the agent undertook any liability under this agreement, he would be personally liable, notwithstanding that he is described in agreement as an agent and that the company may have the attempt to rectify the agreement. ഇവിടെയും പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രൊമോട്ടർ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പല ആളുകളായിട്ടും എഗ്രി ചെയ്യുന്നത്. അവിടെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ കമ്പനിയെക്കാളും പേഴ്സണൽ ലയബിലിറ്റി ആർക്കാണ്, ഏജന്റ് ആയിട്ടുള്ള പ്രൊമോട്ടർക്കാണ്. പക്ഷെ ലേറ്റർ കമ്പനി ക്യാൻ റെക്ടിഫൈ ഇറ്റ്. കമ്പനിക്ക് ഇത് റെക്ടിഫൈ ചെയ്യുക, കമ്പനിക്ക് ഇത് ഉറപ്പ് വരുത്തുകയാണ് ഇയാൾ ശരിക്കും നല്ല ടേംസ് ആൻഡ് കണ്ടീഷൻ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തതെങ്കിൽ ആഫ്റ്റർ ദ രജിസ്ട്രേഷൻ ദ കമ്പനി ക്യാൻ റീതിങ്ക് ഓൺ ഇറ്റ് ആൻഡ് റെക്ടിഫൈ ഇറ്റ്. പിന്നെ പറയുന്നത് അല്ലാത്ത പക്ഷം ഇത് ഇയാൾക്ക് പ്രൊമോട്ടർക്ക് പേഴ്സണൽ ലയബിലിറ്റി ഉണ്ടായിരിക്കും. പിന്നെ പറയുന്നത് കമ്പനി കനോട്ട് എൻഫോഴ്സ് ദ പ്രിലിമിനറി എഗ്രിമെന്റ്. കമ്പനിക്ക് ഒരിക്കലും അതുപോലെ തന്നെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല പ്രിലിമിനറി എഗ്രിമെന്റ്. എ കമ്പനി കനോട്ട് സ്യൂ എ പേഴ്സൺ ഹു ബിഫോർ ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ ആഡ് കോൺട്രാക്റ്റഡ് ടു ബൈ ഇറ്റ്സ് എ ഷെയർ. അതുപോലെ തന്നെ കമ്പനിക്ക് ചില കാര്യങ്ങൾ കമ്പനിക്കും ഇനി കമ്പനീൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ കമ്പനിക്കും ചില കോൺട്രാക്റ്റുകൾ എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരാൾ പറയാം നിങ്ങളെ കമ്പനിയിൽ നിന്ന് ഞാൻ 1000 ഷെയർ വാങ്ങാം, 1000 ഷെയർ വാങ്ങാമെന്ന്. അത് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പാണ്. ഇൻകോർപ്പറേറ്റ് ചെയ്ത ശേഷം കമ്പനിക്ക് ആ വ്യക്തിക്കെതിരെ കേസ് ഫയൽ ചെയ്യാനൊന്നും പറ്റില്ല, എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ കേസ് നടക്കുന്ന ടൈമിൽ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അല്ല. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും ഒരു കമ്പനി ഫോം ചെയ്യുന്നതിന് മുമ്പ്, ഫോം ചെയ്യുക മീൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് കമ്പനിയുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന കോൺട്രാക്റ്റുകളെ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റുകൾ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ വിളിക്കുകയാണെങ്കിൽ ഇത് വോയിഡ് അഗ്രിമെൻ്റ് ആണ്, ഇതിന് യാതൊരുവിധ ലീഗൽ ഇഫക്ട്സും ഇല്ലാത്തതൊന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അത്രയേ ഉള്ളൂ. ഇതിൽ 2 മാർക്ക് സെക്ഷനിൽ ആകെ ഒരു ചോദ്യം ചോദിക്കുകയുള്ളൂ, വാട്ട് ഡു യു മീൻ ബൈ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്. അപ്പോൾ നിങ്ങൾ എത്ര പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺട്രാക്ട് മെയ്ഡ് ബൈ ദ പ്രൊമോട്ടർ ബിഫോർ ദ ഇൻകോർപ്പറേഷൻ ഓഫ് ദ കമ്പനി. സച്ച് കോൺട്രാക്ട് ഈസ് നോൺ ആസ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്. ഇതാണ് ഇതിൽ കാര്യമായിട്ട് പറയുന്നത്. പിന്നെ അതിനെ കുറിച്ച് ഇംപ്ലിക്കേഷൻസ് കൂടാണ് പറയുന്നത്. അപ്പോൾ 2 പ്രാവശ്യം വീഡിയോ ഒന്ന് കാണുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് വാട്സാപ്പിൽ ചോദിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.